അധ്യായം 25 സ്പർശചികിത്സ തുടങ്ങിയ സിദ്ധികൾ മഹാന്മാർക്ക് രോഗങ്ങളെയും മറ്റു രോഗങ്ങളെയും സ്പർശിക്കുകയോ നോക്കുകയോ ചെയ്തുകൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുമെന്നത് ഒരു അനുഭവമാണ്. പരമാത്മാവിന്റെ ശക്തി അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലും ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ സിദ്ധി വരുമെന്നതിൽ സംശയമില്ല. ജീവശാസ്ത്രജ്ഞൻ JBS ഹാൽഡെയ്ൻ എഴുതുന്നു, ഓരോ വ്യക്തിയുടെയും ശാരീരിക ഘടകങ്ങൾ മറ്റൊരാളുടേതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. കൈകൾ, കാലുകൾ, മുഖം, മുടി മുതലായവയുടെ സവിശേഷതകൾ ഓരോ വ്യക്തിക്കും സവിശേഷമായിരിക്കുന്നതുപോലെ മാനസിക ഘടകങ്ങളും വ്യത്യസ്തമാണ്. ഒരു സാധാരണ വ്യക്തിക്കിത് ശരിയാണെങ്കിൽ യോഗാഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും യോഗ ഔഷധം നൽകുകയും ചെയ്ത സിദ്ധന്മാരുടെ ശരീരങ്ങൾക്ക് അസാധാരണമായ ഗുണങ്ങളുണ്ടായിരിക്കുമെന്ന് വിശ്വസനീയമാണ്. ശൈലാസ് പ്രദേശ് 2 നീലപ്രത്യാർ പറയുന്നു, അധ്യാത്മയോഗയുടെ പാതയിൽ അപൂർവസിദ്ധി നേടിയവർ നഗ്നനേത്രങ്ങൾക്ക് പഴയ ശരീരങ്ങളായി തോന്നുമെങ്കിലും അവർ അവരുടെ ഉള്ളിൽ പൂർണ്ണമായും പുതിയ സൃഷ്ടികളാണ്. ഒരു ഭക്തൻ തന്റെ പുതിയ ശരീരത്തിന്റെ ഒരു ഭാഗം ഭക്ഷിച്ചാൽ അവനും ഉടൻ തന്നെ ഒരു സിദ്ധനായി മാറുന്നു. സിദ്ധന്മാർ 3 നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശബാപതി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഋഷിമാരും യോഗികളും തങ്ങളുടെ ശരീരത്തോടൊപ്പം നിരവധി നൂറ്റാണ്ടുകളായി യോഗസമാധിയിലിരിക്കുന്നു. തുടർന്ന് അതിനെ ഒരു സ്വയം ലിംഗമാക്കി മാറ്റുകയും മോചനം നേടുകയും ചെയ്യുന്നു. ചിലർ ആയിരക്കണക്കിന് വർഷങ്ങളായി സമാധിസ്ഥാനത്ത് തങ്ങളുടെ ഭൗതിക ശരീരങ്ങൾ സൂക്ഷിച്ച ശേഷം പരമധമാനുഭവത്തിൽ ഇരിക്കുന്നു. നിർവികൽപ്പ സമാധി നേടിയ അത്തരം യോഗ ഋഷിമാരുടെ വിഗ്രഹങ്ങൾ സിദ്ധന്മാരിൽ കാണാം. രഹസ്യ ആശ്രമങ്ങളിൽ പട്ടിനാഥ് 4 ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികൾക്കും ദിവ്യചരിത്രം നിരീക്ഷിക്കാൻ കഴിയും. എപ്പോൾ മോക്ഷം ലഭിക്കുമെന്ന് ശിവനോട് ചോദിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തിന് ഒരു കരിമ്പിൻ തണ്ടു നൽകി. അത് സ്വയം വേരൂന്നുന്നതുവരെ ഒരു തീർത്ഥാടനം നടത്താൻ അദ്ദേഹം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പട്ടിനാഥിലെ ആളുകളും തിരുവോത്തിയൂരിലേക്കും നടന്നു. അവിടെ തണ്ടു വേരൂന്നിയപ്പോൾ അവരൊരു കുഴി കുഴിച്ച് അതിലെ ഇരിപ്പിടത്തിലിരുന്ന് സമീപത്തുള്ള യുവാക്കൾക്ക് ഭിക്ഷയായി മണൽ നൽകി. കുഴിയടയ്ക്കാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. യുവാക്കൾ അങ്ങനെ ചെയ്തു. ഗ്രാമത്തിൽ ഈ കഥ പറഞ്ഞു. ഗ്രാമവാസികൾ ഭയന്നോടിപ്പോയി കുഴി തുറന്നപ്പോൾ ശരീരം ഒരു ലിംഗമായി മാറിയത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇപ്പോഴും ആ ലിംഗം തിരുവോത്തിയൂരിൽ കാണാം. സായി 5 ശരീരം പെട്ടെന്ന് കല്ലായി മാറാൻ കഴിയില്ല എന്നതിന്റെ മറ്റൊരുദാഹരണം. മധ്യേന്ത്യയിലെ തീർത്ഥാടകർ ആഗ്ര പോലുള്ള നഗരങ്ങളിലെ കടകളിൽ പാണ്ടക്കല്ല് കണ്ടിരിക്കാം. ഇത് സുഗന്ധമുള്ള ഇലയുടെയോ ചെടിയുടെയോ രൂപത്തിലാണ്. സ്പർശിക്കുമ്പോൾ അത് കല്ലുപോലെ തോന്നുന്നു. ആ പ്രദേശത്തെ വനത്തിലെ രഹസ്യസ്ഥലങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ലോതക് തീർത്ഥങ്ങളിൽ ഇലകളും വിറകുകളും വെച്ചാൽ കുറച്ചു സമയത്തിനു ശേഷം അല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അത് കല്ലായി മാറുന്നു. അത്തരം സായി ലോധകൾ സദയോവേദി, ഒരു ദിവസത്തെ വേദി, 3 ദിവസത്തെ വേദി മുതലായവ. ഇവയുടെ സവിശേഷതകളും ആചാരങ്ങളും ഗുരുമുഖത്തിലൂടെ അറിയാൻ കഴിയും. നമ്മുടെ ലിഥാർ സമ്പ്രദായത്തിലും വടക്കൻ സമ്പ്രദായത്തിലും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ പുസ്തകങ്ങളുണ്ട്. 6 ബെസൻ പ്രത്യാർ തന്റെ എ സ്റ്റഡി ഇൻ കോൺഷ്യസ്നസ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, ആത്മാവിന്റെ രൂപം സാധാരണയായി 4 അവയവങ്ങളുള്ള ഒരു ശരീരത്തിന്റെ രൂപമാണെന്നും സൂക്ഷ്മദർശനത്തിൽ കാണാൻ കഴിയുമെന്നും പിറ്റ്യൂട്ടറി പൈനൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മൂലമാണ് 2 അവയവങ്ങളും അവയുടെ ഗുണങ്ങളും സിദ്ധന്മാർക്ക് ദൃശ്യമാവുന്നത് എന്നും മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെ സ്വാധീനം കാരണം സിദ്ധന്മാർ ശിഷ്യന്മാർക്ക് നൽകിയ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. 7 ഗുരുവിന്റെ സ്പർശനം മൂലമുള്ള ശിഷ്യന്മാരുടെ പ്രബുദ്ധതയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ എഴുതുന്നു, എന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ എന്റെ ഹൃദയമേഖലയിൽ സ്പർശിച്ചു. ആ കാഴ്ചയിൽ തന്നെ എനിക്കൊരത്ഭുതകരമായ ദർശനം ലഭിച്ചു. റോഡുകൾ, തെരുവുകൾ, മരങ്ങൾ, വനങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ എന്നിവയെല്ലാം ശിഥിലമായി കഷണങ്ങളായി പറന്ന് ആകാശത്തേക്ക് അപ്രത്യക്ഷമായി. പിന്നെ ആകാശവും പഴയതായി തീർന്നു. ബുദ്ധിയെ ഞാൻ എങ്ങോട്ടോ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പഴയ അവസ്ഥ വീണ്ടെടുത്തു. വീടുകൾ മുതലായവ വീണ്ടും കണ്ടു. അവയെല്ലാം പറന്ന് നാറുന്നിരുന്നു എന്നും. 8 അത്തരം മഹാന്മാർക്ക് ശാരീരിക സ്പർശം ആവശ്യമില്ല. ആ മഹാന്മാരുടെ സാന്നിധ്യം മാത്രം മതി. തിരുവോണനാമത്തിൽ തിപ്പോൾ ജീവനമുക്തനായ ശ്രീ രമണ മഹർഷിയെക്കുറിച്ച് ഞാൻ ഇതിനകം പരാമർശിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ആരാണ്? അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഗൌരവമായി വാദിക്കുകയും ജ്ഞാനയോഗാവസ്ഥ കൈവരിക്കുകയും ചെയ്തു. പോൾ ബ്രണ്ടൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ഒരിക്കൽ ഞാൻ ചില പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം ഉത്തരം നൽകിയില്ല. മറിച്ച് അരുണാചല പർവ്വതത്തിൽ കണ്ണുകൾ ഉറപ്പിച്ച് നിശബ്ദനായിരുന്നു. അതിൽ പൂക്കൾ വിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദൂരെ നിന്ന് നീങ്ങിയതായി തോന്നി.
വാദത്തിൽ മുഴുകിയിരുന്ന എന്റെ ചെറിയ മനസ്സിനെ ഏതോ അപാരമായ ശക്തി ഭയപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നതായി തോന്നി. യഥാർത്ഥ തത്വചിന്തയുടെയും ജ്ഞാനത്തിന്റെയും ജലം എന്റെ സൂക്ഷ്മശരീരത്തിനുള്ളിൽ കുമിളകളായി. ബാഹ്യപ്രശ്നങ്ങൾ നീക്കം ചെയ്യണം, ഒരു ആന്തരിക മുഖമായി മാറണം, ജ്ഞാനജലത്തിന്റെ ജലം കുടിക്കണം. ജ്ഞാനമുദിക്കാൻ അരമണിക്കൂറെടുത്തു. എന്നിരുന്നാലും രാമപാശു കണ്ണടച്ച അവസ്ഥയിൽ തന്നെ തുടർന്നു. അദ്ദേഹം എന്നെ മറന്നതായി തോന്നിയെങ്കിലും എനിക്കുദിച്ച പ്രബുദ്ധത അദ്ദേഹത്തിന്റെ അനന്തവും നിഗൂഢവുമായ അവസ്ഥയുടെ ജ്ഞാനത്തിൽ നിന്നുള്ള സൂക്ഷ്മമായൊരു തരംഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കുണ്ഡലികീയ അധ്യായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 25 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആദ്യമായി ഭഗവാൻ രമണനെ കണ്ടത്. അതിനുശേഷം പല അവസരങ്ങളിലും എനിക്ക് അദ്ദേഹത്തിന്റെ ദർശനവും ആനന്ദവും ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനോദയത്തിന് കാരണമാകുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക അമ്യൂലറ്റി ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നു. ഭഗവാന്റെ പൂർണ്ണവും ബോധപൂർവവുമായ അവസ്ഥയെ അദ്ദേഹത്തിന് സ്വാഭാവികമായി ലഭിച്ച സാംഭവി മുദ്രയായി കണക്കാക്കാം. സാംഭവി മുദ്രയുടെ ലക്ഷണം താരകയോഗ അധ്യായത്തിൽ ഇതിനകം പരാമർശിച്ചിട്ടുണ്ട്. 9. അധ്യാത്മയോഗ അഭ്യാസത്തിലൂടെ ഭൗതിക ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് പൃഷുണ്ടി മഹർഷിയുടെ ചരിത്രത്തിൽ നിന്ന് നന്നായി മനസ്സിലാക്കാം. ഈ ചരിത്രം ഞാൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച മുദ്ഗല പുരാണ സ്തോത്ര തിരങ്കൽ എന്ന പുസ്തകത്തിൽ കാണാം. ഗണപതിയുടെ ആരോഹണത്താൽ അനുഗ്രഹിക്കപ്പെട്ട പൂർവ്വരാമനിൽ അദ്ദേഹം ഒരു ഉഗ്രനായ വേട്ടക്കാരനായിരുന്നു. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നേരം വിശ്രാമാവസ്ഥയിലിരുന്നു. തുടർന്ന് ഗുരു വന്ന് അദ്ദേഹത്തെ വിശ്രാമാവസ്ഥയിൽ നിന്നുണർത്തുമ്പോൾ അദ്ദേഹം ഗണപതിയെപ്പോലെ തിളങ്ങി. സന്തോഷം. 10. ഇടരാഗപ്പ എന്ന പുസ്തകത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന്റെയും ക്രൂശിക്കപ്പെട്ടതിന്റെയും മഹത്വത്താൽ ക്രിസ്തുവിനെപ്പോലെ തന്റെ ഭൗതിക ശരീരത്തിൽ മുറിവുകളുടെ പാടുകൾ സ്വീകരിക്കുകയും ശിഷ്യന്മാർക്ക് മികച്ച രോഗശാന്തിയും മറ്റു പ്രതിവിധികളും കാണിച്ചുകൊടുക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസിന്റെ കഥയും നമുക്ക് പറയാൻ കഴിയും.